ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ട് ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം, അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം കടക്കാം. റീ എൻട്രിയുടെ ഭാഗമായിട്ട് എക്സ് കണ്ടസ്റ്റൻസ് വന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം, ബിഗ് ബോസ് 100 തവണ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ കാര്യം പറയരുത്, പുറത്തെ കാര്യം പറയരുത്. ഇത് ബിഗ് ബോസ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അവിടെ നിൽക്കുന്ന ആളുകളെ എന്ന് വെച്ചാൽ ഇത്രയും ദിവസം അതിജീവിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ് ഈ 7 പേരും. നെവിന്, ആദില നൂറ, ഷാനവാസ്, അനുമോള, അനീഷ്, ഈ 7 പേരുടെയും കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 7 പേരുടെ അടുത്ത് ഈ 96 ദിവസത്തെയും എല്ലാ കഥയും പോയി പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്തായി മാറും, അവർ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെയുള്ള ഓവർ തിങ്കിങ്, പിന്നെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് പറയുന്നത് പുറത്തെ കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. അത് അവര് പുറത്തിറങ്ങി അത് പയ്യെ പ്രോസസ് ചെയ്ത് അതിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവര് പയ്യെ അഡ്ജസ്റ്റ് ആയിക്കോളും, അഡാപ്റ്റ് ആയിക്കോളും. അപ്പം അങ്ങനെ ഉള്ളൊരു അവസരം കൊടുക്കാതെ ഈ പുറത്തുനിന്ന് വന്നവരെല്ലാവരും ഓരോ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അതാണ്. ഇപ്പൊ പുറത്തുനിന്ന് വന്ന ആരോ ഒരാൾ, എനിക്ക് തോന്നുന്നു സരികയാണെന്നാണ് തോന്നുന്നത്, പറയുന്നുണ്ട് നൂറയുടെ ആദിലയുടെ അടുത്ത് ആര്യൻ ഞരമ്പനാണ് എന്നുള്ള ആ ഒരു രീതിയിൽ, എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ ഞുള്ളിയാണ് കാണിക്കുന്നത്, ഞരമ്പനാണ് എന്ന് പറഞ്ഞിട്ട് നൂറയുമായിട്ട് ആര്യന്റെ ഒരു കഥ പുറത്തിങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നു. അത് ആ കാർ ടാസ്കിന്റെ ഇടയ്ക്ക് നടന്ന ഒരു സംഭവം നമുക്കറിയാം. അത് ആ ഒരു കേസിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അന്ന് ഇത്തിരി ഓവർ ആയിരുന്നു രണ്ടുപേരും, അത് നമ്മൾ വിമർശിച്ചിട്ടുമുണ്ട്, കൺസ്ട്രക്റ്റീവായ രീതിയിൽ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞരമ്പൻ എന്നുള്ള ആ ലെവലിലേക്ക് പോയി ആര്യന്റെ അമ്മയുടെ FB അക്കൗണ്ടിലൊക്കെ പോയി ചെന്ന് അനുമോളുടെ PR ടീംസ് തെറി വിളിച്ചു എന്നൊക്കെ ഉള്ള ഒരു നരേറ്റീവ് ഹൗസിനകത്ത് കറങ്ങുന്നുണ്ട്. ആ ഒരു നരേറ്റീവിന്റെ പേര് പറഞ്ഞ് അക്ബർ ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, ആദിലയും നൂറയും ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അനുമോളെ പോലെ വൃത്തികെട്ട ഒരു സ്ത്രീ ഈ ലോകത്ത് വേറെ ഇല്ല. ആ രീതിയിലാണ് ഇവര് സംസാരിക്കുന്നത് കേട്ടോ. ഇവരുടെ കോൺവെർസേഷൻ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, വാഷ്റൂം ഏരിയയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഷാരികയും സരികയും ഒക്കെ ഉണ്ട്. അങ്ങനെ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, മോശമായ രീതിയിൽ എന്നെ വരുത്തി തീർക്കാൻ ശ്രമിച്ചു, കുളിക്കുന്നില്ല, നനയ്ക്കുന്നില്ല, നോട്ടം ശരിയല്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് PRകൾക്ക് ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഗെയിം ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അക്ബർ സംഗീതത്തെ വെച്ച് ശപഥം ചെയ്യുന്നുണ്ട്, ഇത്രയും വൃത്തികെട്ട ഒരുത്തിയെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ആദിലയും നൂറയും വീണ്ടും അനുമോളുടെ പക്ഷത്തേക്ക് ചാടുന്നുണ്ട്, അനുമോളുമായിട്ട് കൂട്ടാവുന്നുണ്ട്. അവിടെയും ഒറ്റപ്പെട്ട് നിന്നത് അക്ബറാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം അക്ബർ അപ്പാനിയുടെ അടുത്തിരുന്ന് രാത്രി 3 മണിക്ക് പറയുന്നതായിട്ട് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ചോദിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ എന്നൊക്കെ ആദില പറഞ്ഞിട്ട് പിന്നീട് ടോപ്പ് 7 ആണെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോ അവര് ഒറ്റക്കെട്ടായി എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പാനിയുടെ അടുത്ത്. ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആവുന്നുണ്ട് ഇമോഷണലി കേട്ടോ. ആദില, നൂറ, പിന്നെ അക്ബർ, ഇവരെ 3 പേര് ഇമോഷണലി ഭയങ്കര അഫക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ഈ അനുമോളുടെ PR എന്ന് പറയുന്ന ഈ ഒരു കേസ് അനുമോള് തന്നെ സമ്മതിക്കുന്ന കേസാണ്. ഇതൊരു പുതിയ കാര്യമൊന്നും അല്ല. പിന്നെ ഇവർക്ക് എന്താണ് ഇത്രയും അധികം ഇമോഷണലി അഫക്റ്റഡ് ആവാൻ കാരണമെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പുറത്തുനിന്ന് വന്നവർ പലതും ഓതി കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. കാരണം ഇവരുടെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഉള്ളിൽ തട്ടിയുള്ളതായിരുന്നു തോന്നി. പ്രത്യേകിച്ച് അക്ബറിന്റെ സംഗീതം തൊട്ടൊക്കെ സത്യം ചെയ്യുന്നുണ്ട്, എന്റെ തൊണ്ട വേണേ പൊട്ടിപ്പൊക്കോട്ടെ, ഞാൻ പാട്ട് പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ അക്ബർ ഒരു എന്താ പറയുക, ആ രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോ ഉള്ളിൽ കൊണ്ടു, സത്യമായിട്ട് ഉള്ളിൽ കൊണ്ടു. അത്രയധികം അഫക്റ്റഡ് ആയതുകൊണ്ടായിരിക്കണം അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ഈ PR എന്ന് പറയുന്നത്. പക്ഷെ അനുമോളുടെ കേസില് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഈ സീസണിലെ അനുമോളുടെ PR എന്ന് പറയുന്ന ഒരു സംഭവം. ഭയങ്കര നെഗറ്റീവ് രീതിയിൽ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അനുമോളെ മാത്രം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനും വേണ്ടില്ല, വേറുള്ളവരെ താഴ്ത്തി കെട്ടാനും ഡീഗ്രേഡ് ചെയ്യാനും വേറുള്ളവരുടെ എന്നുവെച്ചാൽ അമ്മയുടെ FB അക്കൗണ്ടിൽ വരെ പോയി തെറി വിളിക്കാനും ഒക്കെ ഉള്ള ഒരു ഒഡാസിറ്റി ഇവരൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാശിന്റെ കൊഴുപ്പ് എന്നൊക്കെ തന്നെ വേണം പറയാനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അക്ബറിന്റെ ആദില നൂറയുടെ ഒക്കെ പക്ഷത്തെ നമുക്ക് നിൽക്കാൻ തോന്നത്തുള്ളൂ ഈ ഒരു വിഷയത്തിലും.